സുഹൃത്തുക്കളെ നമസ്കാരം. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യയുടെ പ്രതിരോധത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി പുലിവാല് പിടിച്ചിരിക്കുകയാണ്. മോദി സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് നടത്തിയ ഈ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 2 ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ജയശങ്കർ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? വരൂ നമുക്ക് ഇത് വ്യക്തമായി അവലോകനം ചെയ്യാം. ഈ കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി ജയശങ്കർ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി പറഞ്ഞത് കേട്ടുകൊള്ളൂ. At the start of the operation, we had sent a message to Pakistan saying we are striking at terrorist infrastructure. We are not striking at the military. So the military has an option of standing out and not interfering in this process. ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ പാകിസ്ഥാന് ഇന്ത്യ സന്ദേശം അയച്ചു, ഞങ്ങൾ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പോവുകയാണെന്ന്. ഞങ്ങൾ പാകിസ്ഥാന്റെ മിലിറ്ററിയെ ആക്രമിക്കാൻ പോകുന്നില്ല. അതിനാൽ പാകിസ്ഥാന്റെ സൈന്യത്തിന് തിരിച്ചടിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്ന് ഇതിനെ തടസ്സപ്പെടുത്താതിരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പരസ്യമായി പറഞ്ഞതാണ് ഇത്. വളരെയേറെ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തു. അതായത് ഇത് ആരും ഉണ്ടാക്കിയ ഫേക്ക് ന്യൂസ് അല്ല. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുന്നതിനെ കുറിച്ച് അവർക്ക് തന്നെ നേരത്തെ അറിവ് കൊടുത്തു എന്നല്ലേ? അതായത് ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യം ചോർത്തിക്കൊടുക്കുന്നതിന് സമാനമല്ലേ ഇത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ BJP എന്തായിരിക്കും പ്രതികരിക്കുന്നത്? ഒരു സംശയവും വേണ്ട, അവർ പറയും ഇത് രാജ്യദ്രോഹമാണ്, ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ പാകിസ്ഥാന് കോൺഗ്രസ് ചോർത്തിക്കൊടുത്തിരിക്കുകയാണ് എന്ന്. എന്നാൽ BJP അങ്ങനെ ചെയ്യുന്നത് അവർ ഒരു കുറ്റമായി കാണുന്നില്ല. എന്തൊരു രാജ്യസ്നേഹമാണ് അല്ലേ? പ്രതിപക്ഷ നേതാക്കൾ എല്ലാം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തി. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാന് അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ പോവുകയാണ് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നത്? കപട രാജ്യസ്നേഹികളുടെ പാർട്ടിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ ഗോദി മീഡിയ ANI ജയശങ്കർ ഇങ്ങനെ പറയുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഈ വാർത്ത വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പാകിസ്ഥാന് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തു എന്ന് പറയുന്ന ഭാഗമാണ് ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സംശയം ഒന്നും ഇല്ലല്ലോ, ഞാൻ ഉണ്ടാക്കിയ ഫേക്ക് ന്യൂസ് അല്ല ഇതെന്ന്. ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി വിടാൻ ഞാൻ BJPയുടെ 2 രൂപ കൂലികളെ പോലെയുള്ള തരംതാണ വ്യക്തിയല്ല എന്ന്. ഈ വിവരങ്ങൾ പാകിസ്ഥാനെ വിദേശകാര്യമന്ത്രി നേരിട്ട് അറിയിക്കുക വഴി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചാരന്മാരെ ഉപയോഗിച്ച് ഈ വിവരങ്ങൾ ചോർത്തിയെടുക്കേണ്ടി വന്നില്ല. അതിനാലാണ് അവർ ഉടനെ തന്നെ നമ്മുടെ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ തുടങ്ങിയത്. കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിൽ ഇരുന്നതെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് കപട രാജ്യസ്നേഹികൾ അലമുറയിട്ടേനെ. ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി മുൻപ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ വീഡിയോ പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനെതിരെ വളരെ ശക്തമായി 2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. എക്സിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: നമ്മൾ പ്രതിരോധ ആക്രമണം തുടങ്ങിയപ്പോൾ അതേക്കുറിച്ച് പാകിസ്ഥാനെ അറിയിച്ചത് ഒരു ക്രൈമാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഇത് ചെയ്തത് എന്ന്. അദ്ദേഹത്തിന്റെ 2 ചോദ്യങ്ങൾ: 1, ഇത് ആരാണ് ഓതറൈസ് ചെയ്തത്? 2, ഇതിന്റെ ഫലമായി നമ്മുടെ എയർഫോഴ്സിന് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി? വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവ. ഇതിന് മോദി സർക്കാർ മറുപടി നൽകിയേ തീരൂ. ഇങ്ങനെ പാകിസ്ഥാനെ മുൻകൂട്ടി വിവരങ്ങൾ അറിയിക്കാൻ അനുമതി കൊടുത്തത് ആരാണ്? അങ്ങനെ മുൻകൂട്ടി അവരെ വിവരങ്ങൾ അറിയിച്ചത് കൊണ്ടല്ലേ ഇന്ത്യക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായത്? കേന്ദ്ര സർക്കാർ തുറന്ന് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലും റഫായേൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ 2 യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണ്. റഫേൽ കമ്പനി തന്നെ വെളിപ്പെടുത്തിയത് അവരുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു റഫേൽ വിമാനം യുദ്ധത്തിൽ തകരുന്നത് എന്നാണ്. ഇങ്ങനെ അവരെ മുൻകൂട്ടി വിവരങ്ങൾ അറിയിച്ചത് കൊണ്ടല്ലേ നമുക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാവുവാൻ ഇടയായത്? അതുകൊണ്ടല്ലേ നമ്മുടെ പ്രതിരോധ ആക്രമണങ്ങളിൽ കുറെയെങ്കിലും പാകിസ്ഥാന് പ്രതിരോധിക്കാൻ ആയത്? അല്ലായിരുന്നെങ്കിൽ വളരെ കനത്ത തിരിച്ചടിയും നാശനഷ്ടവും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘങ്ങൾക്ക് ഉണ്ടാവുകയില്ലായിരുന്നോ? എന്നാൽ ഇതിനു മറുപടി പറയാനോ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ മോദി സർക്കാർ തയ്യാറാവുകയില്ലെന്ന്
100% ഉറപ്പാണ്. അതുപോലെ തന്നെ ലോക്സഭ ഉപപ്രതിപക്ഷ നേതാവ് ഗൗരവ് ഗഗോയിയും ഇതിനെതിരെ ചോദ്യം ചോദിച്ചുകൊണ്ട് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് വിദേശകാര്യമന്ത്രിയുടെ വളരെ സീരിയസ് ആയ തുറന്നു സമ്മതമാണ് ഇത്. ജയശങ്കർ പറയുന്നത് ഇന്ത്യ മനസ്സറിയാതെ നമ്മൾ ഉടനെ തിരിച്ചടിക്കാൻ പോവുകയാണെന്ന് പാകിസ്ഥാൻ എയർ ഡിഫൻസ് ഫോഴ്സിന് മുന്നറിയിപ്പ് കൊടുത്തു എന്നാണോ? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേ തീരൂ. രാജ്യത്തിന്റെ സുരക്ഷയല്ലേ ഈ വിവേകമില്ലാത്ത പ്രവൃത്തിയിലൂടെ ഇവർ അപകടത്തിലാക്കിയത്? രാജ്യസുരക്ഷ മാത്രമല്ല, നമ്മളെയെല്ലാം സുരക്ഷിതരായി കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ സൈന്യത്തിന്റെ സുരക്ഷയും ഇതുവഴി അപകടത്തിൽ ആക്കുകയല്ലേ ചെയ്തത്? ജയശങ്കറുടെ ഈ വെളിപ്പെടുത്തലിനും അതിനെ തുടർന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ മോദി സർക്കാർ തയ്യാറാവുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?